ഇപ്പോഴല്ലേ മനസ്സിലായത് അനുമോൾ എന്തിനാണ് ഫിസിക്കൽ ടാസ്ക് ആയിട്ടും സാരി ഉടുത്തുകൊണ്ട് കളിച്ചതെന്ന്. ലാലേട്ടൻ പോലും അനുമോളോട് ചോദിച്ചിരിക്കുകയാണ്. അതുപോലൊരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് അനുമോൾ എന്തിനാണ് സാരി ഉടുത്ത് കളിച്ചത്, അതുപോലൊരു ടാസ്ക് സാരിയെല്ലാം ഉടുത്തുകൊണ്ടാണോ കളിക്കുന്നത് എന്നായിരുന്നു ലാലേട്ടൻ ചോദിച്ചിരുന്നത്. അപ്പോഴായിരുന്നു അനുമോൾ ആ നഗ്ന സത്യം തുറന്നു പറഞ്ഞത്. ബിഗ് ബോസ് പറഞ്ഞിരുന്നു റെഡ് ബോളാണ് വരുന്നതെന്ന്. എന്റെ സാരിയും റെഡ് കളറായിരുന്നു. അപ്പോൾ ബോൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ സാരിക്കുള്ളിൽ വെച്ചാൽ ആരും അറിയില്ലാലോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഇവരൊക്കെ സാരി മാറ്റാൻ പറഞ്ഞിട്ടും ഞാനത് മാറ്റാതെ പിടിച്ചു നിന്നത്. ഇത് കേട്ടപ്പോൾ അക്ബർ പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല ലാലേട്ടാ. ഈ സാരി എടുത്തിട്ടാണ് അവൾ ഗെയിം കളിക്കുന്നതെങ്കിൽ ആ സാരി ഊരിപ്പോയാൽ കോ കണ്ടസ്റ്റന്റ് വലിച്ചു ഊരി എന്ന് അവൾക്ക് പറയാമല്ലോ. അവൾ അതും പറയും, അതിനപ്പുറവും പറയുമെന്നായിരുന്നു അക്ബർ പറഞ്ഞിരുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അനുമോൾ ബസ്സിലെല്ലാം യാത്ര ചെയ്തു എന്ന് കേട്ടു എന്ന്. ആദ്യം ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെവിനും മറ്റുള്ളവരും അനുമോൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അനുമോൾക്കത് ഓടിയത്. പാവശാസ്ത്രം എന്ന ടാസ്കിൽ അനുമോൾ അക്ബറിനോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ കാര്യമാണ് ലാലേട്ടൻ ഇന്നിവിടെ ട്രോളിക്കൊണ്ട് സംസാരിച്ചത്. എന്നാൽ ആ സമയം അനുമോൾ ഒന്നും മിണ്ടാതെ ചിരിച്ചു നിൽക്കുകയായിരുന്നു. ജയിൽ നോമിനേഷന്റെ സമയത്ത് അക്ബർ അനുമോളെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. പബ്ലിക്കായി അവളെക്കൊണ്ട് മാപ്പു പറയിപ്പിക്കും എന്നായിരുന്നു അക്ബർ അന്ന് പറഞ്ഞിരുന്നത്. നിന്നെ പോലെയുള്ള സ്ത്രീകളാണ് പുറത്ത് തെറ്റുപോലും ചെയ്യാത്ത ആണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്താണെങ്കിൽ നിനക്ക് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കാലുണ്ടാകില്ല എന്നായിരുന്നു അന്ന് അക്ബർ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ കൂടുതലൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ട്രോൾ രൂപേണയായിരുന്നു ലാലേട്ടൻ ഈ കാര്യം സംസാരിച്ചത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.